ബിസ്മില്ലാ വൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. യാ റബ്ബി ബിൽ മുസ്തഫാ ബല്ലിഗ് മഖാസിദനാ വഗ്ഫിർ ലനാ മാ മളാ യാ വാസിയൽ കറമി യാ സയ്യിദി സനദി ഗൗസി വയാ മദദി കുല്ലി ളഹീറൻ അലൽ അഅദാഇ ബിൽ മദദി മുജീറ ഇർളി വഖുദ് ബിയദി മദാ മുദദി ഖലീഫത്തല്ലാഹി ഫീനാ മുഹിയദ്ദീനി യാ മുഹിയദ്ദീനി യാ മുഹിയദ്ദീനി യാ മുഹിയദ്ദീനി അബ്ദുൽ ഖാദിർ ജീലാനി യാ മുഹിയദ്ദീനി യാ മുഹിയദ്ദീനി യാ മുഹിയദ്ദീനി അബ്ദുൽ ഖാദിർ ജീലാനി യാ മുഹിയദ്ദീനി യാ മുഹിയദ്ദീനി യാ മുഹിയദ്ദീനി അബ്ദുൽ ഖാദിർ ജീലാനി. ബഹുമാനപ്പെട്ട ഖുത്ബുസ്സമാൻ ഷെയ്ഖ് യൂസുഫ് സുൽത്താൻ ഷാ ഖാദിരി ചിശ്തി അല്ലാഹുമ്മ മുത്തദില്ലഹുൽ അലി മഹാനുഭാവൻ്റെ ആദരണീയരായ ഖലീഫമാരെ, പണ്ഡിത ശ്രേഷ്ഠരെ, ജ്യേഷ്ഠാനുജന്മാരെ, നല്ലവരായ സത്യവിശ്വാസികളെ, സഹപ്രവർത്തകരെ, നാട്ടുകാരെ, ശ്രോതാക്കളെ, സർവശക്തനായ അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ ഇങ്ങനെ ഒരുമിച്ച് കൂടാൻ വിധിയുണ്ടായി. നാളെ സ്വർഗലോകത്തും സംഗമിക്കാനുള്ള സൗഭാഗ്യം അള്ളാഹു നമുക്കൊക്കെ നൽകി നമ്മെ അനുഗ്രഹിക്കട്ടെ. നാം ചെയ്യുന്ന പ്രവർത്തനങ്ങളെല്ലാം പടച്ച തമ്പുരാൻ്റെ പ്രീതിക്കായി ചെയ്തു തീർക്കാൻ അള്ളാഹു നമ്മെ തുണക്കുമാറാകട്ടെ. അവസാനം അള്ളാഹുവെ കാണാൻ ഭാഗ്യം ലഭിക്കുന്ന, അള്ളാഹുവിൻ്റെ തൃപ്തി റിള സ്വയത്തമാക്കുന്ന യഥാർത്ഥ ഫായിസീങ്ങളിൽ അള്ളാഹു നമ്മെയും നമ്മോട് ബന്ധപ്പെട്ട സകലരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. തിരുകേശം അമ്പലക്കടവിൻ്റെ പൊള്ളത്തരങ്ങൾക്ക് മറുപടി എന്ന ശീർഷകത്തിൽ ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിച്ചതിൻ്റെ പശ്ചാത്തലം നിങ്ങളൊക്കെ മനസ്സിലാക്കിയതുപോലെ കേരളക്കരയിൽ EK-AP വിഭാഗങ്ങൾ ഭാഗികമായി സമസ്ഥാനയും തിരുകേശ സംബന്ധിയായ ഒരു ചർച്ച അഥവാ ഏറ്റവും മോശമായ തലത്തിലേക്ക് ചെന്നെത്തും വിധം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ജീലാനി സ്റ്റഡി സെന്റർ ഈ വിഷയകമായി തിരുകേശ സംബന്ധിയായി കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് തേജസ് പത്രത്തിൽ ഒ അബ്ദുള്ള എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരാൾ ലേഖനം എഴുതുകയും പ്രസ്തുത ലേഖനത്തിൽ മുസ്ലിം ഉമ്മത്ത് മനസ്സിലാക്കുന്ന കുറെ സത്യങ്ങളെ നിരാകരിക്കുകയും നിഷേധിക്കുകയും ചെയ്യുന്ന തരത്തിലുള്ള അദ്ദേഹത്തിന്റെ ലേഖനം വായിച്ചപ്പോൾ സുന്നത്ത് ജമാഅത്തിന്റെ ആളുകൾ വിശ്വസിക്കുന്ന, യഥാർത്ഥ ഇസ്ലാമിന്റെ ആളുകൾ അംഗീകരിക്കുന്ന അടിസ്ഥാനപരമായ കുറെ സത്യങ്ങളെ ചോദ്യം ചെയ്തുകൊണ്ട് തേജസ് പത്രത്തിൽ
ഒ അബ്ദുള്ള ലേഖനം എഴുതിയപ്പോൾ മലപ്പുറത്ത് വെച്ച് എന്റെ സ്നേഹിതൻ ഫളുലുള്ള ഫൈലി ആ പോക്ക് ശരിയല്ല, അടിസ്ഥാനപരമായി മുസ്ലിം ഉമ്മത്തിന്റെ ഈമാനിനെ ബാധിക്കുന്ന പ്രശ്നമാണ്, അതുകൊണ്ട് കേവലം കേശത്തിന്റെ പേരിൽ, തിരുകേശത്തിന്റെ പേരിൽ അവിഹിതമായ ഇടപെടലുകൾ നടത്തിക്കൊണ്ട് ഈമാനിനെ ഭക്ഷിക്കുന്ന സമീപനം തേജസ് പത്രത്തിൽ കൊടുത്തതും ഒ അബ്ദുള്ള എഴുതിയതും ഇസ്ലാമിന് അന്യം നിൽക്കുന്നതാണ്, പ്രോത്സാഹനജനകമല്ല എന്ന രീതിയിൽ ഒരു ഉത്ബോധനം നടത്തുകയുണ്ടായി. അഭിവന്ദനായ ഖുതുബുസ്സമാൻ ഷെയ്ഖ് യൂസുഫ് സുൽത്താൻ ഷാഹ് ഖാദിരി ചിശ്തി അല്ലാഹുമ്മ മുദ്ദല്ലില്ലഹുൽ ആലി മഹാനുഭാവൻ ആ പ്രഭാഷണം കഴിഞ്ഞതിന് ശേഷം ഞങ്ങളെ വിളിച്ചിട്ട് പറഞ്ഞു, ഇനി അത്രയും മതി കാര്യങ്ങൾ ജനങ്ങളെ ബോധ്യപ്പെടുത്തിയല്ലോ, ഇനി അതു സംബന്ധിയായി ഒരു ചർച്ച നടത്തി മഹാനായ ഹബീബായ സയ്യിദുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മഹത് വ്യക്തിത്വത്തെയും അവിടുത്തെ തിരുശേഷിപ്പുകളെയും കാണുമ്പോൾ തന്നെ പുച്ഛത്തോടുകൂടെ സമീപിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കൊണ്ടെത്തിക്കും വിധത്തിൽ മലിനമായ ഒരു ചർച്ചയുടെ സാഹചര്യം സൃഷ്ടിക്കേണ്ടതില്ല എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ആ വിഷയത്തിൽ ഇത്രയും കാലം മൗനം പാലിക്കുകയായിരുന്നു. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം കാന്തപുരം കൊണ്ടുവന്ന ഒരു കേശത്തിന്റെ പേരിൽ EK വിഭാഗവും AP വിഭാഗവും കൊമ്പ് കോർക്കാൻ തുടങ്ങിയിട്ട് നാളുകളേറെയായി. ഒരു ചർച്ച നടക്കുമ്പോ, ഒരു വിഷയത്തിലുള്ള അഭിപ്രായ വ്യത്യാസം ചർച്ചയ്ക്ക് വിഷയീഭവിക്കുമ്പോ തീർച്ചയായും വൈജ്ഞാനികമായ, ശ്ലാഘനീയമായ, ഉമ്മത്തിന് ഉപകാരപ്രദമായ ഒരു പ്രൊഡക്ഷൻ, ഒരു നതീജ, ഒരു ഫലം ലഭിക്കണം. പക്ഷേ ഇവരുടെ ചർച്ചയിൽ ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായ കാര്യങ്ങളെപ്പോലും ചോദ്യം ചെയ്യുന്ന രീതിയിലുള്ള മലിനവും നീചവും നികൃഷ്ടവുമായ രീതിയിൽ കേശവിവാദത്തിൽ ഇടപെടുകയും അത് ആഘോഷിക്കുകയും ചെയ്യുകയാണ് ഈ വിഭാഗം ചെയ്തത്. പ്രസ്ഥാനങ്ങൾ എല്ലാമാണ് എന്ന് മനസ്സിലാക്കുന്ന ആളുകൾ, തങ്ങളുടെ നേതാക്കന്മാർ എല്ലാമാണെന്ന് ധരിച്ചു വശായ ആളുകൾ ഗൗരവപൂർവം ആലോചിക്കണം. ഇന്ന് കേരളത്തിന്റെ അവസ്ഥ എവിടെ എത്തി നിൽക്കുന്നു? ഒരു പരിശുദ്ധമായ കേശം, നമ്മളിപ്പോ മമ്പറത്തിന്റെ അടുത്താണ് താമസിക്കുന്നത്, തിരുശേഷിപ്പുകൾ, ബർക്കത്തെടുക്കൽ, ഈ പരിപാടി ഏതു രീതിയിലാണെന്ന് മുസ്ലിം ഉമ്മത്ത് കണ്ടുകൊണ്ടിരിക്കുന്നത്? ഇങ്ങനെ കാണുന്നത് മമ്പറത്തുനിന്ന് കൊണ്ടുവരുന്ന അരിയാണ്, പിടിച്ചോ എന്ന് പറയുമ്പോ അമ്പലക്കടവ് എന്താ ചെയ്യ, അല്ലെങ്കിൽ അയാളെ അനുയായികൾ എന്താ ചെയ്യ? മമ്പറത്തുനിന്ന് സനതുണ്ടോ അല്ലേ? സനതുണ്ടോ? ഒരു തങ്ങളുട്ടി ഇങ്ങനെ വരിക, ഹൈദരലി തങ്ങള്, അള്ളാഹു അദ്ദേഹത്തിന് ദീർഘായുസും ആഫിയത്തും പരിശുദ്ധമായ ത്വരീഖത്ത് സ്വീകരിക്കാനുള്ള പരിപക്വതയും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളൊക്കെ തങ്ങന്മാരോടുള്ള സമീപനം എങ്ങനെയാ? ഒരു തങ്ങളുട്ടി വരികയാണ്, വരുന്ന സമയത്ത് പറയും ഇത് തങ്ങളാട്ടോ, തങ്ങളാണെന്ന് പറയുന്ന സമയത്ത് നമ്മൾ വേഗം ചെന്നിട്ട് അൽഹംദുലില്ലാ തങ്ങളാണില്ലേ കയ്യെ പിടിച്ചിട്ട് ചുംബിച്ച് ആ മുത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഉള്ള ആ സ്നേഹത്തിന്റെ പ്രകടനാണ് കാണിക്കുക അല്ലേ? ഇപ്പൊ എന്താ അവസ്ഥ? ഒരു തങ്ങൾ ഇങ്ങനെ കാണുമ്പോ നോക്കാം, ഇത് തങ്ങളാട്ടോ, ഏതാ സനതുള്ള തങ്ങളാ അല്ലേ? ആലോചിച്ചു നോക്കും. തങ്ങൾക്ക് സനതുണ്ടോ? കത്തിച്ചു നോക്കണോ?
അതിഭീകരമായ, അതിഭീതിതമായ, അതിബീഭത്സമായ, അതിനികൃഷ്ടമായ, അതിനീചമായ ഒരു സാഹചര്യത്തിലേക്ക് കൊണ്ടെത്തിച്ച് സുന്നത്ത് ജമാഅത്തിന്റെ ആധ്യാത്മിക മേഖലയെ പരിപൂർണമായി തകർക്കാനുള്ള നികൃഷ്ട പ്രവർത്തനത്തിന് പൂരണം തീർക്കുന്ന രീതിയിലാണ് കേരളക്കരയിൽ തിരുകേശ സംബന്ധിയായ ചർച്ച ഇതുവരെ നിർവഹിച്ച് കൊണ്ടെത്തിച്ചിരിക്കുന്നത്. ഇത് അപകടമാണ് എന്ന് മനസ്സിലാക്കി ഏകദേശ ആളുകളൊക്കെ അതിൽ നിന്ന് പിന്തിരിഞ്ഞ് ഒരു വഖഫ്ക്ക് എത്താണ്. ഈ സാഹചര്യത്തിൽ പൊതുജനങ്ങളുടെ തെറ്റിദ്ധാരണകൾ അകറ്റേണ്ടത് ഉമ്മത്തിന്റെ വിജയകരമായ സാന്നിധ്യം ആഗ്രഹിക്കുന്ന സുന്നത്ത് ജമാഅത്തിന്റെ ആശയാദർശങ്ങളോട് താല്പര്യമുള്ളവരുടെ നിർബന്ധ ബാധ്യതയാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഇത്തരമൊരു പരിപാടി നാം ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. അല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കാണി, എന്തുമാത്രം അപകടത്തിലേക്കാ കൊണ്ടെത്തിച്ചത്. രണ്ടു കൂട്ടരും ഇന്ന് ഒഴിവല്ല. പോസ്റ്റർ കണ്ടപ്പോ ചിലപ്പോ നിങ്ങൾ AP വിഭാഗത്തിന്റെ ആൾക്കാർ സന്തോഷിച്ചിട്ടുണ്ടാവും. ഈ കോലത്തിൽ അപകടകരമായ അവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കുന്ന രീതിയിൽ ആദ്യം തന്നെ നമ്മളെ ബഹുമാനപ്പെട്ട AP ഉസ്താദ്, നിങ്ങളെ ഒരുപാട് ആളുകളുണ്ടല്ലോ പ്രതിപക്ഷ ബഹുമാനം, മൂപ്പരത് കിട്ടിയേക്കന്നെ ഇന്നമദ്ദീനുബിൽ ഇസ്നാദ്, ദീൻ സനദ് കൊണ്ടാണ് എന്നൊരു പ്രഖ്യാപനം പ്രഖ്യാപിച്ചു. പിന്നെ വരെ മറുപടി എന്താ? ഇതാണ് ക്ലിപ്പിംഗ് ഇടും. അതിട്ട് കൊടുത്തിട്ട് മുന്നിൽ ഇങ്ങനെ വെച്ചിട്ട് ഈ റിപ്പോർട്ട് ഇങ്ങനെ അയാൾ വായിക്കുന്ന ഇങ്ങനെ കണ്ടില്ലേ. എന്നിട്ട് പിന്നെ ഇവിടുന്ന് ചോദിക്കാം, സനദുണ്ടോ? സത്യത്തിൽ AP വിഭാഗത്തിന്റെ ആൾക്കാർ പറഞ്ഞാൽ മതിയായിരുന്നു. അത് ഞങ്ങളെ ഉസ്താദിന് സംഗതി ഒരു പൊട്ടത്തരം സംഭവിച്ചു. ഇങ്ങനെ പൊട്ടത്തരം എന്ന് പറയേണ്ട ഒരു പ്രയാസം, എങ്ങനെയാ ബഹുമാനിച്ചൊരു അങ്ങനെ പറഞ്ഞോളൂ അല്ലേ. അങ്ങനെ സംഭവിച്ചു പോയി. അതുകൊണ്ടാണ് ഇനി ക്ലിപ്പിംഗ് ഇടണ്ട. വ്യാഖ്യാനിക്കും തോറും സങ്കീർണാകാണ്, വിശദീകരിക്കും തോറും സങ്കീർണാകാണ്. അത് വേണ്ടില്ലായിരുന്നു. നമ്മളെ കേരളത്തിലൊരു കാഴ്ചപ്പാടുണ്ട്. ഈ സമസ്തക്കാര്, ഇയാൾ ആദ്യം ഉണ്ടായ സമസ്ത ചേളാരിയും ഇപ്പുണ്ടാക്കിയ സമസ്തക്കാരും അവർക്കൊരു നയണ്ട്. നമുക്ക് തെറ്റ് പറ്റൂല, പ്രവാചകന്മാർക്ക് തെറ്റ് പറ്റൂല, പാപ സുരക്ഷിതരാണ് എന്ന രീതിയിൽ സമസ്തക്ക് തെറ്റ് പറ്റൂല, ഓല പ്രസ്ഥാനത്തിന് തെറ്റ് പറ്റൂല. ഈ ഒരു അബദ്ധം പ്രഖ്യാപിച്ച് അതിന്റെ പിന്നാലെ കൂടിയ ആളുകളെ തെറ്റുപറ്റാത്ത ടീമാണ് എന്നിങ്ങനെ പറഞ്ഞ് നിർത്താൻ വേണ്ടിയിട്ട് പറഞ്ഞാൽ മതിയല്ലോ. ഏപ്പിന്റെ അടുത്തൊരു പൊട്ടത്തനം സംഭവിച്ചു, അയാളൊരു മനുഷ്യനല്ലേ, പറയണം. അത് പറയാൻ വേണ്ടി ഒരുങ്ങുമ്പോ അതിന് ആൾക്കാര് അങ്ങോട്ട് പോലെ എന്താ കൂറുമാറ്റം, ഇതിന്റെ പേരിലൊക്കെ കൂറുമാറണോ? കള്ളാടി മീൻ പിടിച്ച മാതിരിയാ ചില ആൾക്കാര് കേശത്തിന്റെ മറ്റുള്ളതിന്റെ ഒക്കെ പേരില് കള്ളാടി പണ്ട് മീൻ പിടിച്ചാൻ പോയത്ര മജീദ് ഉസ്താദാ പറഞ്ഞു. കുളത്തിലിറങ്ങി മീൻ പിടിക്കാൻ വേണ്ടി തുടങ്ങിയപ്പോ കാലിന്റെ അടിയിലൊരു മീൻ കുടുങ്ങി. അത് എടുക്കാൻ വേണ്ടി അത് കണ്ടേക്ക് കാലിൽ കുടുങ്ങിയെന്ന് കണ്ടേക്ക് വേഗം പോയി പിടിച്ച് അത് കയ്യിലായതിന് ശേഷം സനതൊക്കെ ഉറപ്പിച്ചിട്ട് സാധനത്തിന് ഞങ്ങളെ കയ്യിൽ കിട്ടിയിരിക്കുന്നു കേട്ടോ എന്ന് പറയേണ്ടതിന് പകരം കള്ളാടി എന്ത് പറഞ്ഞു? ഇത് കാൽമ തടഞ്ഞപ്പോ തന്നെ മീൻ കിട്ടിയാർ. അപ്പൊ എല്ലാരും പാടെ മീൻ പിടിച്ചാൻ വന്ന മൊത്തം ചെക്കന്മാര് മൊത്തം കൂടിയിട്ട് എവിടെ മീൻ വെച്ചു? അത് പോയി അറിഞ്ഞു. നൗഷാദ് ഹസനി ഇതാ വന്നു പറഞ്ഞു, എവിടെ പോയി അറിഞ്ഞു അല്ലേ. ഇങ്ങോട്ട് പിന്നെ അതിനായിട്ടൊരു പരിപാടി ഉണ്ടാക്കുക. എന്നിട്ടിങ്ങനെ വണ്ടിയില് നാട്ടുകാര് വണ്ടി പോകുമ്പോതാ നമ്മൾ പ്രതീക്ഷിക്കുന്ന ആളതിലില്ല, അതിനാ യോഗം വിളിച്ച്. നിങ്ങൾ ആലോചിച്ച് നോക്കാണ് എവിടെ എത്തി, ആകെ പ്രശ്നം. എന്നിട്ട് മൊത്തത്തിൽ ഉമ്മത്തിന്റെ വിശ്വാസത്തിന് മലിനമായ വിപൽക്കരമായ വിശ്വാസത്തെ വിമലീകരിക്കുന്നതിന് പകരം നശീകരിക്കുന്ന സാഹചര്യത്തിലേക്ക് കൊണ്ടെത്തിച്ചു. ഇത് അപകടമാണ് അല്ലേ. എന്താണ് ഈ വിഷയ സംബന്ധിയായി സനദ് വേണോ വേണ്ടേ?
തിരുകേശ സംബന്ധിയായുള്ള ചർച്ച അല്ലേ? എന്തൊക്കെയാണ് തിരുകേശത്തിന് വേണ്ടത്, അത് തെളിയിക്കണോ തെളിയിക്കണ്ടേ, തെളിയിച്ചാൽ എങ്ങനെ, ഈ തുടങ്ങിയ വിഷയങ്ങൾ ഇൻഷാ അല്ലാഹ് വളരെ വ്യക്തമായി നമുക്കിവിടെ നിന്ന് മനസ്സിലാക്കിയിട്ട് വേണം പോകാൻ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ലോകത്ത് ആധ്യാത്മിക മേഖലയിൽ നിന്ന് ആളുകളെ മാറ്റി നിർത്തുന്നതിന്, ആത്മീയ തലത്തിൽ നിന്ന് ആളുകളെ മാറ്റി നിർത്തുക എന്നുള്ളതാണ് ബ്രിട്ടീഷുകാരുടെ എക്കാലത്തെയും ലക്ഷ്യം. എല്ലാ കാലത്തും ബ്രിട്ടീഷുകാരൻ മുസ്ലിങ്ങളുടെ ആത്മീയത തകർക്കുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം. ആരേത് പറഞ്ഞ് പഠിപ്പിച്ച് കേരളത്തെ ബോധ്യപ്പെടുത്തിയത്? സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ചേളാരി വിഭാഗത്തിന്റെ 85ാം വാർഷിക സമ്മേളന സ്പെഷ്യലാണ്. അതിന്റെ ഫോട്ടോ കോപ്പിയാണ്, ഒറിജിനല് കയ്യിലുണ്ട്. ഇതിൽ പറയുന്നത് മുസ്ലിങ്ങളുടെ ആത്മീയ ശക്തി തകർക്കുക എന്നത് ബ്രിട്ടീഷുകാരുടെ എക്കാലത്തെയും വലിയ ലക്ഷ്യമായിരുന്നു. ബ്രിട്ടീഷുകാരുടെ എക്കാലത്തെയും, ഈ കാലത്തെ എന്നല്ല, കഴിഞ്ഞ കാലത്തെ എന്നല്ല, വരാനിരിക്കുന്ന കാലത്തെ എന്നല്ല, മറിച്ച് മുസ്ലിങ്ങളുടെ ആത്മീയ ശക്തി തകർക്കുക എന്നത് ബ്രിട്ടീഷുകാരുടെ എക്കാലത്തെയും വലിയ ലക്ഷ്യമായിരുന്നു. വലിയ ലക്ഷ്യം, ചെറിയ ലക്ഷ്യമല്ല, വലിയ ലക്ഷ്യമായിരുന്നു. ഈ ബ്രിട്ടീഷുകാരുടെ ലക്ഷ്യ സാക്ഷാത്കാരത്തിന് വേണ്ടി അവർ ചെന്നിടങ്ങളിൽ മുഴുക്കെ അവർക്ക് പിടിച്ചു നിൽക്കാൻ, അധികാരം സ്ഥാപിക്കാൻ, അതുവഴി അവർ ഏതൊരു ലക്ഷ്യത്തിലേക്ക് നീങ്ങുന്നുവോ ആ ലക്ഷ്യം സുഗമമായി നടപ്പിലാക്കുന്നതിന് വേണ്ടി ബ്രിട്ടീഷുകാരൻ ഏറ്റവും വലിയ ലക്ഷ്യമായി ഉയർത്തിക്കാട്ടിയിരുന്നത് മുസ്ലിങ്ങളുടെ ആധ്യാത്മിക ആത്മീയ ശക്തി തകർക്കുക എന്നതായിരുന്നു. തകർക്കുക എന്നതായിരുന്നു. ഇത് പറയുമ്പോ ഈ കൂടിയ ആളുകൾക്ക് ആർക്കും അഭിപ്രായം ഉണ്ടാവില്ല, ബ്രിട്ടീഷുകാർ അങ്ങനെയൊക്കെ തന്നെയാണ്, നമ്മളെ രാജ്യത്തെ അടയ്ക്കുവാണ്, നമ്മുടെ ഈ നാട്ടിന്റെ മക്കളെ കൊന്നൊടുക്കാൻ വേണ്ടി രംഗപ്രവേശം ചെയ്ത കഴുകന്മാരാണ് അവർ അല്ലേ? എപിക്കാര് പ്രസംഗിക്കും, സ്വാതന്ത്ര്യ സമരം വന്നു കഴിഞ്ഞാൽ AP വിഭാഗത്തിന്റെ ആൾക്കാർ പ്രഭാഷണത്തിൽ പറയും, ഈ രാജ്യത്തെ കട്ടുമുടിക്കാൻ വേണ്ടി വന്ന കഴുകന്മാരായ കാട്ടാളന്മാരായ ബ്രിട്ടീഷുകാരോട് പോരാട്ടം നടത്തിയ, ഇന്നലകളിൽ മരണമടഞ്ഞ മഹാമനീഷികളുടെ ധീരവീര ശൂര പരാക്രമങ്ങളെ കുറിച്ചൊക്കെ അവർ പ്രസംഗിക്കും. EK വിഭാഗം ജനുവരി 26-ാം തീയതി വരാൻ പോവുകയാണ്. മനുഷ്യജാലിക എന്ന് പറഞ്ഞിട്ടൊരു സാധനം ഉണ്ടാക്കാറുണ്ടവർ. ഈ വർഷം ഉണ്ടോ? ഉണ്ടാകാതിരിക്കാൻ ഇടയില്ല, ഉണ്ടാകേക്കാറ്. എന്താ അതിന്റെ പ്രമേയം? രാജ്യ രക്ഷയ്ക്ക് സൗഹൃദത്തിന്റെ കരുതൽ. നിങ്ങൾ അങ്ങനെ അല്ലായിരുന്നു പ്രമേയം കൊടുക്കേണ്ടിയിരുന്നത്. രാജ്യദ്രോഹത്തിന് ബ്രിട്ടീഷ് മഠയന്മാരുടെ മൂട് താങ്ങൽ എന്നാണ് വരേണ്ടിയിരുന്നത്. എന്തോ ഒരു രാഷ്ട്രരക്ഷയ്ക്ക് സൗഹൃദത്തിന്റെ കരുതൽ. എന്നിട്ട് അതിനെ സംബന്ധിച്ചുള്ള ലേഖനത്തിൽ ഇവരുടെ നേതാവ് എഴുതാൻ 1920കളിൽ രൂപീകൃതമായ RSS സംഘ് പരിവാർ ശക്തികൾ അവര് ഇന്ത്യ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഒരു പ്രമേയം പാസാക്കിയിട്ടില്ല. അവർ ഇന്ത്യ രാജ്യത്തിന്റെ പോരാട്ടത്തിന് വേണ്ടി യാതൊന്നും ചെയ്തിട്ടില്ല. ഒരു പുസ്തക രചന നടത്തിയിട്ടില്ല. സംഘ് പരിവാർ RSS പ്രവൃത്തികൾ അവർക്ക് വേണ്ടി, സ്വാതന്ത്ര്യത്തിന് വേണ്ടി യാതൊന്നും സമർപ്പിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഇന്ത്യ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന്റെ ബലിപീഠത്തിൽ ജീവാർപ്പണം നടത്തിയത് അത് ഇന്ത്യയിലെ മുസ്ലിങ്ങളാണ് എന്ന് ആർജവത്വത്തോടുകൂടെ പ്രസംഗിക്കും. മറ്റോന്റെ മേക്കെട്ട് കയറാൻ സുഖാണല്ലോ. RSSകാരായിട്ട് നമ്മള് അലയൻസായി ഓല് കാട്ടുന്ന എരപ്പത്തരൊക്കെ ശരിയാണ് എന്നല്ല പറയുന്നത്. അവര് ചെയ്യാത്തത് ചെയ്തു എന്ന് പറയുക, അല്ലെങ്കിൽ ചെയ്യാത്ത കാര്യം
എടുത്തുദ്ധരിക്കുക. അതിലേറെ വലിയ സാധനം അവിടെ മടിയിലുള്ളത്. ഞാൻ പറയാം, ഫളിലുള്ള ഫൈലി ഈ സമ്മേളനത്തിന് തീരെ വന്നിട്ട് തന്നെ ഇല്ല. ഈ സമ്മേളനത്തിക്ക് മൂപ്പര് വന്നിട്ടില്ല, അല്ലെങ്കിൽ ഈ സമ്മേളനത്തിൽ അദ്ദേഹം പങ്കെടുത്തിട്ടില്ല എന്ന് പറഞ്ഞു. മൂപ്പര് പങ്കെടുത്തിട്ടില്ല. ഞാനോ ആ സമ്മേളനം ഉണ്ടായതെന്നെ അറിഞ്ഞിട്ടില്ല. എന്നിട്ട് ഞാൻ പറയാ ഫളിലുള്ള പൈസ ഈ സമ്മേളനത്തിൽ വരാത്ത ശരിയായില്ല, നമ്മളിത് അറിഞ്ഞിട്ട് തന്നെയല്ല. പിന്നെ ആരോ പറഞ്ഞപ്പോ ഇങ്ങനെ വായിച്ചെടുത്ത് കണ്ട് പ്രഖ്യാപിക്കുക. ഈ രീതിയിൽ നമ്മൾ തീരെ ചെയ്യാത്തത് അല്ല ബ്രിട്ടീഷുകാരെ കൂടെ കൂടിയത്. ഇപ്പുറത്തുണ്ടാവുമ്പോ RSSകാരൻ ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ ഐറ്റങ്ങളെ നെഞ്ഞത്തേക്ക് കയറുക. അപ്പൊ ഇവര് മനുഷ്യജാലിക എന്ന് പറഞ്ഞിട്ട് കൈകോർത്ത് പിടിച്ച് ചേർന്ന് നിന്ന് മനുഷ്യജാലിക നടത്തിയിട്ട് രാജ്യരക്ഷയ്ക്ക് വേണ്ടി സൗഹൃദത്തിന്റെ കരുതൽ എന്ന് പ്രഖ്യാപനം നടത്തിയിട്ട് നിങ്ങൾ മനുഷ്യജാലിക നടത്തുമ്പോ ഇന്നലകളുടെ നിങ്ങളുടെ പ്രപിതാക്കന്മാർ, നിങ്ങളുടെ ആദ്യകാല നേതാക്കന്മാർ ഇന്ത്യ രാജ്യം കട്ടുമുടിക്കാൻ വേണ്ടി വന്ന കാപ്പാലികന്മാരായ കഴുകന്മാരുടെ മൂടുതാങ്ങികളായിരുന്നു എന്ന സത്യം മറച്ചു പിടിക്കുന്നത് ആത്മാഭിമാനമുള്ള ആരെങ്കിലും ഒരാൾ ആ കൂട്ടത്തിലുണ്ടെങ്കിൽ യോജിച്ചതല്ല കൂട്ടരെ. അലൈസ ഫീക്കും റജുലുൻ റഷീദ്, അന്തള്ളൊന്നും കൂട്ടത്തിലില്ലേ? സമസ്ത കേരള ജമിയത്തുൽ ഉലമ ബ്രിട്ടീഷുകാരന്റെ പ്രഖ്യാപിത ലക്ഷ്യം, ഏറ്റവും വലിയ ലക്ഷ്യം, ഏറ്റവും വലിയ അവരുടെ ലക്ഷ്യം മുസ്ലിങ്ങളുടെ ആത്മീയ ശക്തി തകർക്കുക എന്നതാണ്. തകർക്കുക എന്നതാണ്. ഇന്ത്യ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി അത്യധ്വാനം ചെയ്ത ആളുകൾ നിങ്ങൾക്കറിയില്ലേ? വെളിപ്പാടകലെയുള്ള മഹാനായ മമ്പുറം സയ്യിദ് അലവി തങ്ങൾ ആരായിരുന്നു മഹാനുഭാവൻ? ബ്രിട്ടീഷുകാർക്കെതിരെ സമരസജ്ജരാകാൻ വേണ്ടി ആഹ്വാനം ചെയ്തു. ഇവരുടെ തന്നെ സമസ്തയുടെ 85ാം വാർഷിക സമ്മേളന ഉപഹാരത്തിൽ എഴുതി വച്ചിരിക്കുന്നു, 1841 ബ്രിട്ടീഷുകാർക്കെതിരെ ശക്തമായ യുദ്ധാഹ്വാനവുമായി തങ്ങൾ സൈഫുൽ ബത്താർ അലാമൻ യുവാലിൽ കുഫാർ എന്ന ഗ്രന്ഥമെഴുതി. ബ്രിട്ടീഷ് ഗവൺമെന്റിനെയും അവർക്ക് ഓശാന പാടുന്നവരെയും നിശിതമായി വിമർശിച്ച തങ്ങൾ വിശുദ്ധ യുദ്ധത്തിന്റെ ആവശ്യകതയും ശ്രേഷ്ഠതകളും ഊന്നിപ്പറഞ്ഞു. തങ്ങളുടെ പ്രഖ്യാപനം നെഞ്ചേറ്റിയ മാപ്പിള സമുദായം ഒറ്റക്കും കൂട്ടായും ബ്രിട്ടീഷുകാർക്കെതിരെയും അവർക്ക് പിന്തുണ നൽകുന്നവർക്കെതിരെയും പോരാട്ടം ശക്തമാക്കി. ബ്രിട്ടീഷുകാർക്കെതിരെ സമരസജ്ജരായി എന്ന് മാത്രമല്ല, അവർക്കെതിരെ പോരാടി എന്ന് മാത്രമല്ല, ജനങ്ങളെ മുഴുവൻ സജ്ജരാക്കി. അവർക്കെതിരെ നീങ്ങണം, അവരെ പിന്തുണക്കുന്നവർക്കെതിരെ സമരം ചെയ്യണം എന്ന് പ്രഖ്യാപിച്ചു. എന്റെ കാര്യം? ബ്രിട്ടീഷുകാരന്റെ ലക്ഷ്യം മുസ്ലിങ്ങളുടെ ആത്മീയ ശക്തി തകർക്കലാണ്. അത് തകർന്ന കഴിഞ്ഞു കഥ, അത് തകർന്ന കഴിഞ്ഞു. അതുകൊണ്ട് അവരുടെ ആത്യന്തികമായ ലക്ഷ്യത്തെ സാധൂകരിക്കാനുള്ള തന്ത്രവിദ്യകളിൽ പെട്ടുകൊണ്ട് ഈ സമുദായം അവരുടെ പണിയാളുകളായി മാറരുത് എന്നുള്ള ശക്തമായ അഭിലാഷത്തിന്റെ അനന്തരഫലമായി മഹാനുഭാവൻ ഇങ്ങനെ പ്രഖ്യാപിച്ചു. കഴിഞ്ഞില്ല. ഇവരുടെ ജനറൽ സെക്രട്ടറി, ചേളാരി വിഭാഗം സമസ്തയുടെ ജനറൽ സെക്രട്ടറി ചെറുശ്ശേരി സൈനുദ്ദീൻ മുസ്ലിയാർ നേതൃത്വം കൊടുക്കുന്ന സ്ഥാപനത്തിൽ നിന്ന്, ദാറുൽ ഹുദയിൽ നിന്ന് പുറത്തു വരുന്ന പുസ്തകത്തിൽ മമ്പുറം തങ്ങൾ ജീവിതം ആത്മീയത പോരാട്ടം അതിൽ കൊടുക്കുന്നു. സത്യനിഷേധികളുമായി, വിശിഷ്യ ക്രിസ്ത്യാനികളായ ബ്രിട്ടീഷുകാരുമായി ഭരണരംഗത്തോ മതരംഗത്തോ യാതൊരു ഒത്തുതീർപ്പിനും ഇസ്ലാം അനുവദിക്കില്ലെന്ന് വീണ്ടും വീണ്ടും ഊന്നിപ്പറയുന്ന അൽ ഖൗലുൽ മുഖ്താർ എന്ന ഈ അധ്യായം മമ്പുറം തങ്ങളുടെ സൈഫുൽ ബത്താർ ഉയർത്തിപ്പിടിക്കുന്ന അതേ സമരവാചകങ്ങളാണ് വായനക്കാർക്ക് മുന്നിൽ വെക്കുന്നത്. ബ്രിട്ടീഷുകാരുമായി
ഏതെങ്കിലും തരത്തിൽ കൂട്ടുകെട്ടിന് പോയാൽ മതത്തിന് പുറത്തു പോകേണ്ടി വരുമെന്ന യാഥാർത്ഥ്യം, ബ്രിട്ടീഷുകാരുമായി ഏതെങ്കിലും തരത്തിലുള്ള കൂട്ടുകെട്ടിന് പോയാൽ മതത്തിൽ നിന്ന് പുറത്തു പോകേണ്ടി വരുമെന്ന യാഥാർത്ഥ്യം ഈ കൃതി ഭീഷണമായി അവതരിപ്പിക്കുന്നു. കഴിഞ്ഞില്ല. രണ്ട് മമ്പുറം തങ്ങന്മാരും അവരുടെ രണ്ട് കൃതികളും ശരിക്കും മാപ്പിളമാരുടെ സ്വത്വം നിർണയിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ബ്രിട്ടീഷുകാർക്കെതിരെ രണാങ്കണത്തിലിറങ്ങാനും അവരോട് സന്ധിയില്ലാ സമരം ചെയ്യാനും മാപ്പിളമാർക്ക് മാർഗനിർദ്ദേശം നൽകിയ മമ്പുറം തങ്ങന്മാർ അവരുടെ ജീവിത വ്യവസ്ഥകളെയും രീതികളെയും അപ്പാടെ സ്വാധീനിച്ചു. ആത്മീയവും പാവനവുമായ ഒരു ലക്ഷ്യത്തിന് വേണ്ടി ജീവൻ ബലി കൊടുത്ത് പോരാടുക എന്ന ജീവിതമുദ്ര മനസ്സിലുറപ്പിച്ച് പോരാട്ട വീര്യവുമായി അവർ ബ്രിട്ടീഷുകാർക്കെതിരെയും അവരുടെ പിണിയാളുകൾക്കെതിരെയും നിരന്തരം പോരാടി. എന്തേ കാര്യം? ബ്രിട്ടീഷുകാരൻ ആത്മീയ ശക്തി മുസ്ലിങ്ങളുടേത് തകർക്കുന്നതാണ് അവരുടെ ഏറ്റവും വലിയ ലക്ഷ്യം. ആ ലക്ഷ്യം സാധൂകരിക്കുന്നതിന് വേണ്ടി ഇറങ്ങിത്തിരിച്ച ബ്രിട്ടീഷുകാരുമായി പോരാടണം, അവരുമായി ചെങ്ങാത്തം കൂടുന്നവരുമായി പോരാടണം. അവരുമായി അലയൻസ് ഉണ്ടാക്കിയാൽ മതത്തിൽ നിന്ന് പുറത്തു പോകുന്ന ദാരുണമായ അവസ്ഥയാണ് ഉണ്ടാകുക എന്ന് മമ്പുറം സയ്യിദ് അലവി തങ്ങൾ ഗൗരവാവഹമായി ഉമ്മത്തിന് ബോധ്യപ്പെടുത്തി. അല്ലേ? കഴിഞ്ഞു. രാജ്യത്തിന്റെ അകത്തളങ്ങളിലേക്ക് വന്ന് ആധിപത്യം സ്ഥാപിച്ച ബ്രിട്ടീഷുകാർക്കെതിരെ അന്നുണ്ടായിരുന്ന മുസ്ലിം ജനസാമാന്യം മുഴുക്കെ അടരാടാൻ പൊതുവെ മുസ്ലിം സമൂഹം അടരാടാൻ വേണ്ടി തയ്യാറായി. ബഹുമാനപ്പെട്ട ആലി മുസ്ലിയാർ നിങ്ങൾക്കറിയില്ലേ? ഖാദിരിയ ത്വരീഖത്തിന്റെ ഷെയ്ഖായിരുന്ന ആലി മുസ്ലിയാർ എന്ന് പറയുന്ന മഞ്ചേരിക്കടുത്ത് നെല്ലിക്കുത്ത് എന്ന് പറയുന്ന പ്രദേശത്ത് ജീവിച്ച് ബ്രിട്ടീഷുകാർക്കെതിരെ സമരം ചെയ്യുന്നതിന് മുമ്പ് ഖാദിരിയ ത്വരീഖത്തിലൂടെ പ്രസിദ്ധനായ അതിന്റെ ഖലീഫയായി ആളുകളെ സംസ്കരിക്കുക എന്ന ആധ്യാത്മിക മേഖലയിലെ ഉജ്ജ്വലമായ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുത്ത ആലി മുസ്ലിയാർ ബ്രിട്ടീഷുകാർക്കെതിരെ സമരം ചെയ്തുകൊണ്ട് അവരുമായി സന്ധിയാവാൻ കഴിയില്ല എന്ന് പറഞ്ഞ് പോരടിച്ചതിന്റെ പേരിൽ ബ്രിട്ടീഷ് പട്ടാളക്കാർ അദ്ദേഹത്തെ കൽത്തുറങ്കിലടച്ചില്ലേ? അങ്ങകലെ കോയമ്പത്തൂരിലെ ജയിലഴികൾക്കുള്ളിൽ മഹാനായ ആലി മുസ്ലിയാരെ കൊണ്ടുപോയി തുറങ്കിലടച്ചു. അവിടെ ജയിലിന്റെ അഴികൾക്കുള്ളിൽ വെച്ചുകൊണ്ട് ആലി മുസ്ലിയാരെന്ന് പറയുന്ന കേരളത്തിന്റെ മലബാറിന്റെ മലപ്പുറത്തിന്റെ മണ്ണിൽ ഈ ഭീകരരുമായി അതിരൂക്ഷമായ പോരാട്ടത്തിന് നേതൃത്വം കൊടുത്ത ഈ അടുത്തുള്ള പരപ്പനങ്ങാടിയിലെ പള്ളിയുമായി ഏറെ ബന്ധമുള്ള ബഹുമാനപ്പെട്ട ആലി മുസ്ലിയാർ മഹാനുഭാവനെ കൊല ചെയ്യാൻ വേണ്ടി, അതിക്രൂരമായി കൊല ചെയ്യാൻ വേണ്ടി നിശ്ചയിച്ച ദിവസം ഈ ലോകത്തോട് വിട പറയാൻ, ഈ ലോകത്ത് നിന്ന് മഹാനുഭാവനെ കൊല ചെയ്യാൻ വേണ്ടി തീരുമാനിച്ച ദിവസം ജഗന്നിയന്താവായ പടച്ച തമ്പുരാന്റെ മുമ്പാകെ ചെന്ന് നിന്നുകൊണ്ട് സാഷ്ടാംഗം നമിച്ച് സർവശക്തനായ റബ്ബിന്റെ സന്നിധാനത്തിലേക്ക് യാത്ര തിരിച്ച ബഹുമാനപ്പെട്ട മൗലാന ആലി മുസ്ലിയാർ അല്ലേ? ബഹുമാനപ്പെട്ട ഉമർ ഖാലി റളിയല്ലാഹു തആല ഉമർ ഖാലിയെ കുറിച്ച് പറയുമ്പോൾ നമുക്കറിയാം, നാം ഇന്ന് അറബി പണം കൊണ്ട് ഇവിടെ പള്ളി കയറ്റുകയാണ്. ഉമർ ഖാലി റളിയല്ലാഹു അൻഹു കേരളത്തിൽ നിന്ന് പിരിച്ചെടുത്ത കാശ് കൊണ്ടുപോയി അറേബ്യയിൽ പള്ളി കയറ്റിക്കൊടുത്തു വന്നു. മദീനയുടെ ചാരേ ചെന്ന് നിന്നുകൊണ്ട് യാ അക്റമൽ ഖുറമാ അലാ അതാബികും ഉമറുൽ ഫഖീറുൽ മുർതജീൽ ജനാബികും,
യർജുൽ തആലൽ ബുകാഇ ബിബാബികും വദ്ദമു മിൻ ഐനൈഹി സാല സജീമ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമ എന്ന മഹിത മനോഹരമായ കാവ്യത്തിന്റെ അലയടികൾ പരിശുദ്ധ റൗളയുടെ അകത്തളങ്ങളിലേക്ക് ചെന്ന് ഭവിച്ചപ്പോ പരിശുദ്ധ നബിയുമായി സംഗമത്തിൽ ചേർന്ന് നിന്ന മഹാനുഭാവൻ സയ്യിദുന ഉമർ ഖാദി റഹ്മത്തുള്ളാഹി അലൈഹി. മഹാനുഭാവനെ അതിക്രൂരമായി പട്ടാളക്കാർ ഇന്ത്യയിലെ ബ്രിട്ടീഷ് മേധാവികൾ കൈകാര്യം ചെയ്തില്ലേ? ബ്രിട്ടീഷുകാരൻ ഉമർ ഖാലിക്ക് നേരെ വന്നു. ഉമർ ഖാലിയോട് നികുതി ആവശ്യപ്പെട്ടപ്പോ നികുതി നിഷേധ പ്രസ്ഥാനവുമായി വെള്ളക്കാരന് നികുതി തരില്ല എന്ന് പറഞ്ഞു. അല്ലേ? നമുക്കറിയില്ലേ ഉമർ ഖാലിയുടെ ചരിത്രം? ബ്രിട്ടീഷ് മേലാളന്മാർ വന്നിട്ട് ഉമർ ഖാലിയോട് സംസാരിച്ചപ്പോ എന്താണ് ദുഷ്ടാ നീ പറയുന്നതെന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ മുഖത്തേക്ക് കാർക്കിച്ചു തുപ്പിയ മഹാനായ ഉമർ ഖാലി ഖാദിരിയ ത്വരീഖത്തിന്റെ പ്രചാരകനായിരുന്ന ഉമർ ഖാലി ധീരദേശാഭിമാനിയായിരുന്ന ഉമർ ഖാലി ബ്രിട്ടീഷുകാരന്റെ പേടി സ്വപ്നമായിരുന്ന ഉമർ ഖാലി റഹ്മത്തുള്ളാഹി അലൈഹി മഹാനുഭാവനെ തുറങ്കിലടച്ചു, ജയിലഴികളിലേക്ക് തള്ളി മാറ്റി. മഹാനുഭാവൻ ആ അഴികൾക്കുള്ളിൽ വെച്ചുകൊണ്ട് തന്റെ ഷെയ്ഖായ ഖുതുബുസ്സമാൻ സയ്യിദ് അലവി തങ്ങളവർക്ക് ഒരു കത്തെഴുതി. ആ കത്തിൽ മഹാനുഭാവൻ പറയുകയാണ്, മനോഹരമായ കവിത പരിശുദ്ധമായ റൗളയെ കേൾപ്പിച്ച അറബി സാഹിത്യത്തിന്റെ ഈരടികളോട് സമാനത പുലർത്താൻ കഴിയുന്ന മനോഹരമായ കവിത അഴികൾക്കുള്ളിൽ നിന്ന് തന്റെ ഷെയ്ഖിലേക്ക് അയച്ചു കൊടുത്തു. സലാമും മിനൽ മഹ്ബൂസ് ഖദ്ദാമികും ഉമർ മുരീദികുമുൽ ആസിൽ ഫഖീരിൽ മുകമ്മദി ഫസയ്യറനി ഫിൽ ഹബ്സ് സാഹിബു തുക്ടി അലാ ദുൽമിനി ബു സാഹിബിൻ വഹുവ മുഅ്തദി വമാ ഖത്തു മിന്നി മുഖ്തലൽ ഹബ്സ് മാ ഹസൽ വലാകിൻ ബിദുൽമിൽ കാദിബിൽ മുതഅമ്മിദി. മഹാനുഭാവൻ മജീദ് ഉസ്താദ് പറയണ പെട്ടെന്ന് വിഷയത്തേക്ക് കടക്കാനാണ്. നിങ്ങളൊക്കെ അത് പ്രതീക്ഷിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. ഇൻഷാ അല്ലാഹ് അന്ന് വേണമെങ്കിൽ നിങ്ങളൊന്ന് നേരം വൈകുകയാണെങ്കിൽ ഒരു ഓട്ടോറിക്ഷയൊക്കെ വിളിച്ചിട്ട് പോയാൽ മതി. ഇവിടുത്തെ ഓട്ടോറിക്ഷക്കാർക്കും നമ്മുടെ പരിപാടി കൊണ്ട് ചെറിയൊരു ബെനിഫിറ്റ് ഉണ്ടാവട്ടെ. അല്ലേ? ഏതായാലും മഹാനുഭാവൻ ഉമർ ഖാദി റഹ്മത്തുള്ളാഹി അലൈഹി മഹാനുഭാവൻ ജയിലടിയിൽ നിന്ന് മഹാനുഭാവൻ കത്തെഴുതാണ്. സലാമും മിനൽ മഹ്ബൂസ് ഖദ്ദാമികും ഉമർ, അങ്ങയുടെ ഖാദിമായ ഉമർ ജയിലടികൾക്കുള്ളിൽ നിന്ന് സലാം പറയാണെന്ന് പറഞ്ഞിട്ട് മുരീദികുമുൽ ആസിൽ ഫഖീരിൽ മുകമ്മദി എന്ന് പറഞ്ഞു തുടങ്ങിയിട്ട് പറയാം. ഫസയ്യറനി ഫിൽ ഹബ്സി സാഹിബു തുക്ടി, തുക്ടി പോലീസ് യാതൊരു കാര്യമല്ലാതെ എന്നെ കൂട്ടിലടച്ചിരിക്കുകയാണ്. ജയിലടികൾക്കുള്ളിലിടാൻ മാത്രം ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. എന്നിട്ടും അവര് ഇങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞിട്ട് അവസാനം അദ്ദേഹം പറയാണ്, നുഫൂസുൽ വറാലിൽ മൗതി ഫല്ലാഹു ഖലഖഹ ഫമൗതു സബീലില്ലാഹി ഖൈറുൽ ലിമുഹ്തദി. അള്ളാന്റെ മാർഗത്തിൽ മരിക്കുകയാണെങ്കിൽ വലിയ സന്തോഷമുള്ള കാര്യമാണ് എന്ന് പറഞ്ഞിട്ട് ബ്രിട്ടീഷുകാരന്റെ അഴികൾക്കുള്ളിൽ കടന്നിട്ട് തൻ്റെ കത്ത് ഷെയ്ഖനയക്കുക. ഇങ്ങനെയൊക്കെ ചെയ്ത കാപ്പാലികന്മാർ അവര് ആ ബ്രിട്ടീഷുകാരോട് അവരുടെ ഏറ്റവും വലിയ ലക്ഷ്യം മുസ്ലിങ്ങളുടെ ആധ്യാത്മികത, ആത്മീയത തകർക്കുക എന്നതാണ് അവരുടെ ഏറ്റവും വലിയ ലക്ഷ്യം. എന്നാൽ ആ ലക്ഷ്യം ഇന്ത്യ രാജ്യത്ത് നടപ്പിലാക്കണമെന്ന് വന്നപ്പോ അവര് പല വഴികളും അന്വേഷിച്ചു. എല്ലാം പരാജയപ്പെട്ടപ്പോ ഇവിടെ ബഹുഭൂരിപക്ഷം വരുന്ന മുസ്ലിങ്ങളുടെ പ്രതിനിധികളായി സുന്നികളിൽ നിന്ന് കുറച്ച് മൗലവിമാരെ പിടിക്കാമെന്ന് തീരുമാനിച്ചു. ആ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ രൂപീകരിക്കപ്പെട്ട ബ്രിട്ടീഷുകാർ മുസ്ലിങ്ങളുടെ ആത്മീയത തകർക്കാൻ വേണ്ടി രൂപീകരിച്ച പ്രസ്ഥാനത്തിന്റെ പേരാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ. അപ്പോ സമസ്ത അങ്ങനെയാണ്. ഇത് പറയുമ്പോ സമസ്തയുടെ പ്രഭാഷകനായി ഇവിടെയൊക്കെ വന്നിട്ട് പറഞ്ഞ ജനാബ്
അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവ്, അദ്ദേഹം പറഞ്ഞത് അള്ളാഹുവിന്റെ റസൂലിന്റെ കാലം മുതൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ കൈമാറിയ ദീന് അപ്പടി ഇന്ന് പ്രചരിപ്പിക്കുന്ന ടീം മാത്രമേ ഈ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ. പൊന്നു ഹമീദ് ഫൈസി, താങ്കൾക്ക് തെറ്റുപറ്റി, അഥവാ താങ്കൾക്ക് ഇത് അറിയാത്തത് കൊണ്ടല്ല, താങ്കളുടെ സ്ഥാനമാനങ്ങൾ സംസ്ഥാന ജനറൽ സെക്രട്ടറി പോസ്റ്റ് തങ്ങളെ തടഞ്ഞു നിർത്തുന്നു. ആയിരക്കണക്കിന് ആളുകളിൽ നിന്ന് കിട്ടുന്ന ഈ അംഗീകാരം തങ്ങൾക്ക് സത്യം പറയാൻ താങ്കളെ വിസമ്മതിപ്പിക്കുന്നു. ഈ ആൾക്കൂട്ടത്തിന്റെ ആരവങ്ങൾ താങ്കളെ സത്യത്തിലേക്ക് കടന്നു വരാൻ ഉള്ള തടസ്സമായി നിൽക്കുകയാണ്. എന്താ അങ്ങനെ പറയാൻ കാരണം? സമസ്തയുടെ രൂപീകരണം ബ്രിട്ടീഷുകാരുടെ ശ്രമഫലമായാണ് മുസ്ലിങ്ങളുടെ ആത്മീയത തകർക്കുക എന്ന രീതിയിലാണ് എന്ന് പറയാൻ കാരണം. ഞാൻ പറഞ്ഞ കേശം എന്നുള്ളത് മുസ്ലിങ്ങളുടെ ആത്മീയ ശക്തി തകർക്കുന്നതിന്റെ അവസാനത്തെ അല്ലെങ്കിൽ അതിനിടെ പോരുന്ന യാത്രയിലുള്ള ഒരു ഘടകം മാത്രമാണ്. ഈ സമസ്ത എന്ന് പറയുന്ന സാധനം തന്നെ ഒരു വിദേശ ഉൽപ്പന്നമാണ് അല്ലെ? മുമ്പ് നമ്മള് അമേരിക്കന്റെ ആക്രമണമൊക്കെ ഉണ്ടായപ്പോ വിദേശ ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കുക എന്ന് പറഞ്ഞിരുന്നു. ഇന്നാണത് പറയുന്നത് എങ്കിൽ കേരളത്തിലുള്ള ആളുകൾ ചെയ്യേണ്ടത് സമസ്തനെ ബഹിഷ്കരിക്കണം, കാരണം വിദേശ ഉൽപ്പന്ന ആണ്. എന്തേ അങ്ങനെ പറഞ്ഞു? സമസ്തയുടെ പ്രമേയം അവർ മൂലപ്രമാണമാണ് എന്ന് പറഞ്ഞ് പ്രസിദ്ധീകരിച്ച ഏറ്റവും അടിസ്ഥാനപരമായ തങ്ങളുടെ പ്രമാണമാണ് എന്ന് പറഞ്ഞ് പ്രസിദ്ധീകരിച്ചത് ഞാനൊന്ന് വായിക്കാം. ഇവരുടെ പ്രമേയത്തിൽ, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പ്രമേയത്തിൽ പറയാം, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ സംഘത്തിൽ അംഗങ്ങളായി ചേരുന്ന മുസ്ലിയന്മാര് എല്ലാവരും, മുഷാവറ അംഗങ്ങൾ മുഴുവൻ, കോൺഗ്രസ്കാർ അല്ലാത്തവരും ഗവൺമെന്റ് കക്ഷിയും ആയിരിക്കണമെന്നും, പിന്നെ ഇങ്ങനെ പറഞ്ഞിട്ട് പറയാം, ഈ വിഷയം മേപ്പടി സംഘത്തിന്റെ മൂലസിദ്ധാന്തങ്ങളിൽ പെട്ടതാണെന്നുമുള്ള മുൻ നിശ്ചയത്തെ ഈ യോഗം പുനരാവർത്തിച്ച് ശക്തിപ്പെടുത്തുന്നു. എന്താ പറഞ്ഞേ? സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ആ സംഘത്തിലുള്ള മുഴുവൻ മുസ്ലിംമാരും മുഷാവറ അംഗങ്ങൾ മുഴുക്കെ ബ്രിട്ടീഷ് കക്ഷിയായിരിക്കണം, ഗവൺമെന്റ് കക്ഷിയായിരിക്കണം, ഗവൺമെന്റ് കക്ഷിയായിരിക്കണം. ഇതൊരു അബദ്ധത്തിൽ ഒരു സമ്മേളനത്തിൽ ഒരു പ്രമേയം പാസ്സാക്കിയിട്ട് അങ്ങനെ പോയതാണോ? അല്ല. ഇത് മേപ്പടി സംഘത്തിന്റെ മൂല സിദ്ധാന്തങ്ങളിൽ പെട്ടത്. കഴിഞ്ഞില്ല. മുൻ നിശ്ചയത്തെ പുനരാവർത്തിച്ച് ശക്തിപ്പെടുത്തുന്നു. മമ്പുറം സയ്യിദ് അലവി തങ്ങൾ ബ്രിട്ടീഷുകാരനോടും അവരുടെ പിണിയാളുകളോടും സമരത്തിൽ ഏർപ്പെടാമെന്ന് പറഞ്ഞ അതേ കാപാലികന്മാരുടെ പൃഷ്ഠം താങ്ങികളെ മുഷാവറയിൽ അംഗങ്ങളാകാൻ യോഗ്യതയുള്ളൂ എന്ന് പരസ്യമായി എഴുതി പ്രചരിപ്പിക്കാൻ ലജ്ജയില്ലാത്ത ഈ നാണം കെട്ട ആളുകൾ യഥാർത്ഥ ഇസ്ലാമിന്റെ ആത്മീയതയെ തകർക്കുകയല്ലാതെ പിന്നെന്താണ് കൂട്ടരെ ചെയ്യുന്നത്? വിശദീകരിക്ക്. ഒരു കേശത്തുമ്മ കുടുങ്ങിയിട്ട് നീ നാട് മുഴുവൻ സുന്നത്ത് ജമാഅത്തിന്റെ അവശേഷിക്കുന്ന ആധ്യാത്മിക സന്ദേശങ്ങളെ പോലും ബലികടിക്കാനുള്ള നിന്റെ ശ്രമം ഇൻഷാ അല്ലാഹ് അത് ഇന്നത്തെ സംരംഭത്തോടുകൂടെ, ഈ സമ്മേളനത്തോടുകൂടെ കൂച്ചുവിലങ്ങിട്ടല്ലാതെ മുന്നോട്ട് പോകുകയില്ല എന്ന് നിങ്ങളെ ബോധ്യപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അല്ലേ? നിങ്ങൾ എന്താ മനസ്സിലാക്കിയത്? ഈ പ്രമേയം പ്രകാശം എന്ന പേരിൽ അറിയപ്പെടുന്ന പ്രസിദ്ധീകരണത്തിലുണ്ട്. അതിവിടെ വിതരണം ചെയ്യുന്നുണ്ട്. നോക്കൂ നിങ്ങൾ, സമസ്തന്റെ അഡ്രസ് പോയോ? നിങ്ങൾ എന്താ പറയാറ് ഈ ഉമ്മത്തിനോട്? പാവപ്പെട്ട പാമര ജനങ്ങൾ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഔലിയാക്കന്മാരുണ്ട്. വൈസ്രോയാണോ ഔലിയ? ആണോ? സമസ്ത ഔലിയാക്കന്മാരുണ്ടായതാണ്.
വൈസ്രോയി ഔലിയ? ഏതാണ് ഈ വലിയ? ഏതാണ് ഈ വലിയ? സമസ്ത ഉണ്ടാക്കിയ വലിയ? നീ വന്ന് വിശദീകരിക്ക്. ആണത്വമുണ്ടെങ്കിൽ, ആർജവത്വമുണ്ടെങ്കിൽ, ചരിത്രാവബോധമുണ്ടെങ്കിൽ, സംഘടനയോട് താല്പര്യമുണ്ടെങ്കിൽ ഈ പ്രമേയം തങ്ങളുടെ പ്രമേയമല്ലെന്ന് പറയാൻ നീയാവണ്ട. ചേളാരി സമസ്തയുടെ കൂടാരത്തിൽ ഉമ്മ വെച്ചവരായി ആരെങ്കിലും ഉണ്ടെങ്കിൽ 1000 കുതിരശക്തിയോടുകൂടെ ഞാൻ വെല്ലുവിളിക്കുകയാണ്. ഉണ്ടോ നിങ്ങളെ കൂട്ടത്തില്? കുറെ കാലായി നെളിച്ചിൽ തുടങ്ങിയിട്ട് നിനക്കൊരു മങ്കും തിരിയില്ല എന്ന് ഞങ്ങൾക്കറിയാം. കൂടെ വർക്ക് ചെയ്ത ആളുകളാ, കൂടെ കടന്നവർക്ക് രാപ്പനെ അറിയും അല്ലേ? അന്റെ സുന്നത്തമായത്ത് എന്താന്ന് എനിക്കറിയടോ. നീ എന്താ മനസ്സിലാക്കിയത്? ആ ഹുസൈൻ സലഫി പ്രസംഗിച്ചിട്ട് മറുപടി പറയാല്ലാതെ 5 കേസറ്റുമായിട്ട് ഇതിൽ മറുപടി ഒന്ന് എഴുതി തരുമോ എന്ന് പറഞ്ഞു വന്ന ഈ സാധുവേ പണം നീച്ചെന്ന് കാണാൻ ബലം വെക്കുക. ഹുസൈൻ സലഫി പ്രസംഗിച്ചതിന് മറുപടി സുന്നത്തമായത്തിന്റെ ആശയങ്ങൾ നിനക്കോ നിന്റെ ആളുകൾക്കോ വിശദീകരിക്കാൻ കഴിയാതെ ഈ സാധു മജീദ് ഉസ്താദിന്റെ അരികിൽ വന്ന് ഓച്ചാനിച്ച് നിന്ന് അത് മുഴുക്കെ എഴുതി വാങ്ങി കോപ്പി അടിച്ച് നടക്കുന്ന ഈ വൃത്തികെട്ടവൻ സുന്നത്തമായത്തിനെ കുറിച്ച് എന്ത് പഠിച്ചു? വലിയ കഴിവ്. നെളിഞ്ഞിങ്ങനെ നടന്നിങ്ങനെ പറയുന്നട്ടാ അമ്പലക്കടവ് പുണ്ണാക്ക വിലക്കടവ്. പൊതുജനങ്ങൾ മനസ്സിലാക്കണം. സമസ്തന്റെ പ്രവർത്തകർ, നിങ്ങൾ ഇന്നു മുതൽ പുതിയൊരു മുദ്രാവാക്യം വിളിച്ചണം. ലക്ഷം ലക്ഷം പിന്നാലെ, ലക്ഷണം കെട്ടോ മുന്നാലെ. അല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കി. നിങ്ങൾ മമ്പറത്തേക്ക് പോകാറില്ലേ? മമ്പറന്തങ്ങളെ സന്ദർശിക്കാറില്ലേ? വേണ്ട, അവിടുത്തെ പരിശുദ്ധമായ ജാറും സന്ദർശിക്കാറില്ലേ? അവിടെ പോയിട്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യുമ്പോ, മഹാനുഭാവനോട് സലാം പറയുമ്പോ ആ മഹാനുഭാവൻ നിങ്ങളോട് പറയും, രാജ്യത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി ജീവാർപ്പണം നടത്തിയ മഹാമനീഷികൾ രാജ്യത്ത്